ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മോഹൻലാലിൻ്റെ ദൃശ്യം 3 ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുകയാണ്. സിനിമയുടെ പൂജ ഇന്ന് കഴിഞ്ഞിരിക്കുന്നു. എറണാകുളം പൂത്തോട്ട ലോ കോളേജിൽ വെച്ചായിരുന്നു സിനിമയുടെ പൂജാ ചടങ്ങുകളെല്ലാം കഴിഞ്ഞത്. പൂജ കഴിഞ്ഞ് സിനിമയുടെ ഷൂട്ടിങ്ങും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 5 ദിവസത്തോളം എറണാകുളം പൂത്തോട്ട ലോ കോളേജിൽ സിനിമയുടെ ചിത്രീകരണം ഉണ്ടാകുമെന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അടുത്ത ഷെഡ്യൂളിലേക്ക് അല്ലെങ്കിൽ അതിനുശേഷം തൊടുപുഴയിലേക്ക് സിനിമ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ്. ദൃശ്യം സീരീസ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഒരൊറ്റ പേര് മാത്രം മതി സിനിമ ഒരു 500 കോടി ക്ലബിലേക്ക് കയറാൻ മോർ ദാൻ ഇനഫ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇത്ര ഹൈപ്പിൽ നിൽക്കുന്ന, ഇത്രത്തോളം ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു സിനിമയില്ല. ജിത്തു ജോസഫും മോഹൻലാലും കൈകോർത്തപ്പോഴൊക്കെ അമ്മാതിരി സിനിമകളാണ് വന്നത്. വീണ്ടും ദൃശ്യം 1ഉം 2ഉം നമ്മൾക്ക് നൽകിയത് അമ്മാതിരി ഞെട്ടിപ്പിക്കുന്ന ഞെരുപ്പൻ സിനിമയാണെങ്കിൽ ദൃശ്യം 3യും അതിന് മുകളിൽ നിൽക്കുമെന്നുള്ളതാണ്. ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ മികച്ച 3ാമത്തെ ചിത്രമാണ്. എന്താണെങ്കിലും മലയാളത്തിൽ നിന്നൊരു ഷുവർ ഷോട്ട് 500 CR വരാൻ പോവുകയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ ലാലേട്ടൻ്റെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായി അടുത്തടുത്ത വീഡിയോകളിൽ വരാം. ഇനി കാന്താര 2 ആണ്. കാന്താര ചാപ്റ്റർ 2 എന്ന സിനിമ വരുമ്പോൾ ഇവിടെ ഋഷഭ് ഷെട്ടിയുടെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മലയാളികൾ മാത്രമല്ല ലോകമെമ്പാടും കാത്തിരിക്കുകയാണ്. ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഇന്നിറങ്ങി. ട്രെയിലർ അത്രത്തോളം ഗംഭീരമായിരുന്നു. 2ാമത്തെ പാർട്ട് വരുമ്പോൾ അത് പൂർണ്ണമായും നീതീകരിക്കുന്ന ലെവലിലുള്ള ഒരു സിനിമ, ഒരു ബ്രഹ്മാണ്ഡ സിനിമയായിട്ട് തന്നെയാണ് വരുന്നത്. ഈ സിനിമയുടെ ചിത്രീകരണ വേളകളിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു സിനിമ ഒക്ടോബർ 2-നാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. വെറും 3 കോടിയായിരുന്നു കാന്താര 1ൻ്റെ ആദ്യ ദിനത്തെ ഓൾ ഇന്ത്യ അല്ലെങ്കിൽ ഓൾ വേൾഡ് കളക്ഷനെങ്കിൽ പിന്നീട് അത് 400 കോടിക്ക് മുകളിൽ പോകുന്നതും നാഷണൽ അവാർഡ് തൂക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. കാന്താര ചാപ്റ്റർ 2ലേക്ക് എത്തുമ്പോഴും അതിന് മുകളിലുള്ള വാനോളമുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇതിനോടകം തന്നെ ട്രെയിലർ വലിയ രീതിയിലുള്ള തരംഗമായി കഴിഞ്ഞിരിക്കുന്നു എല്ലാ ഭാഷകളിലും. മമ്മൂക്കയുടെ തിരിച്ച് വരവാണ് നമുക്ക് കാണാനുള്ളത്. മമ്മൂക്ക ഇതാ ഒക്ടോബർ ആദ്യ വാരത്തിൽ തന്നെ MN മൂവിയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു. നമ്മളുടെ മൂത്തോൻ, അതെ, ഈ ഒരു ലോക ചാപ്റ്ററിലെ മൂത്തോൻ്റെ അഴിഞ്ഞാട്ടം ഇനിയും തുടങ്ങാൻ പോകുകയാണ്. 3ാം ഫേസിലേക്ക് കിടക്കുന്ന മമ്മൂട്ടിയെ പിടിച്ചു കിട്ടാൻ ഇനിയും മലയാള സിനിമയ്ക്കല്ല ലോക സിനിമയ്ക്കും കഴിയില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള കിടുക്കൻ സിനിമകളുമായിട്ടാണ് മമ്മൂക്ക വരാൻ പോകുന്നത്. ഈ ഒരു സെക്കൻഡ് ഫേസ് നമ്മൾ കണ്ടിരുന്നു കോവിഡിന് ശേഷമുള്ള. അത് അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയെ മാത്രമല്ല ഇന്ത്യൻ സിനിമയെ പോലും ഞെട്ടിച്ചിരുന്നു. മമ്മൂക്ക സെലക്ട് ചെയ്യുന്ന സിനിമകൾ, അതെ, ഒരു നടൻ എന്ന രീതിയിൽ അദ്ദേഹത്തിനെ വെല്ലുവിളിക്കാൻ ഇന്ന് ഇന്ത്യയിൽ ഒരാളുമില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമകളിൽ നിന്ന് കഴിഞ്ഞ 4-5 വർഷമായി അദ്ദേഹം കാണിച്ചു തരുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.